കെ ശൈലജ പേരാവൂരിൽ തന്നെ, തളിപ്പറമ്പിൽ ശ്യാമള. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണയായി. തൃക്കാക്കരയിൽ വീണ്ടും CPM സ്വതന്ത്രൻ. മുൻ MP സെബാസ്റ്റ്യൻ പോളിന്റെ മകൻ റോൺ ബാസ്റ്റൻ ഇടത് സ്ഥാനാർത്ഥി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ പകരം തളിപ്പറമ്പിൽ ഭാര്യ PK ശ്യാമളയെ മത്സര രംഗത്തിറക്കാൻ CPM. കെ ശൈലജ മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക് മാറും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് സംസ്ഥാന സമിതിയിൽ അന്തിമ അംഗീകാരം. പേരാമ്പ്ര സീറ്റ് CPM സഖ്യകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിനെ വിട്ടു നൽകില്ല. ഇവിടെ സിറ്റിംഗ് MLA LDF കൺവീനർ TP രാമകൃഷ്ണൻ തന്നെ മത്സരിക്കും. മട്ടന്നൂരിൽ VK സനോജ് സ്ഥാനാർത്ഥിയാകും. ഉടുമ്പൻചോലയിൽ MM മണിക്ക് പകരം KK ജയചന്ദ്രനാവും രംഗത്തിറങ്ങുക. MM മണിക്ക് വേണ്ടി വാദമുയർന്നെങ്കിലും അംഗീകരിക്കപ്പെട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര മണ്ഡലത്തിൽ വീണ്ടും സ്വതന്ത്ര പരീക്ഷണത്തിന് CPM ഒരുങ്ങുന്നു. മുൻ MP സെബാസ്റ്റ്യൻ പോളിന്റെ മകൻ റോൺ ബാസ്റ്റൻ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയായിട്ടുവെന്നാണ് സൂചന. ജില്ലാ നേതൃത്വം റോണിന്റെ പേര് ശുപാർശ ചെയ്തതായാണ് വിവരം. എന്നാൽ സ്ഥാനാർത്ഥിത്വത്തെപ്പറ്റി തനിക്ക് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് റോൺ ബാസ്റ്റിന്റെ പ്രതികരണം. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗമാണ്. അഭിഭാഷകൻ കൂടിയായ റോൺ. 2016 തൃക്കാക്കരയിൽ ഇടത് സ്വതന്ത്രനായ സെബാസ്റ്റ്യൻ പോളും 2021 CPM സ്വതന്ത്രനായി ഡോക്ടർ J ജേക്കബും PT തോമസ് MLA മരിച്ചതിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്വതന്ത്രനായി ഡോക്ടർ ജോ ജോസഫുമാണ് മത്സരിച്ചത്. 1997 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ കോൺഗ്രസിന്റെ ആന്റണി ഐസക്കിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇടത് സ്വതന്ത്രനായ സെബാസ്റ്റ്യൻ പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നത്. 98 ജോർജ് ഈഡനോട് പരാജയം രുചിച്ചു. എന്നാൽ അതേ വർഷം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എറണാകുളം MLA ആയി. 2001 തെരഞ്ഞെടുപ്പിൽ പക്ഷേ KV തോമസിനോട് പരാജയപ്പെട്ടു. പിന്നീട് 2003 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും 2004 പൊതുതെരഞ്ഞെടുപ്പിലും എറണാകുളത്ത് സെബാസ്റ്റ്യൻ പോൾ വിജയം ആവർത്തിച്ചു.